ഹായ് ഫ്രണ്ട്സ്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാതെ തന്നെ അതിന്റെ റൂട്ട്സിന്റെ സൈൻ കണ്ടുപിടിക്കാൻ പറ്റും. സോ ഇവിടെ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇത് സി കോഎഫിഷ്യന്റ് ആണ്. സോ ഈ സി കോഎഫിഷ്യന്റിന്റെ ഇവിടെയും ഇവിടെയും നെഗറ്റീവ് ആണ്. ഇത് രണ്ടും നെഗറ്റീവ് ആണെങ്കിൽ ആൻസർ കനോട്ട് ബി ഡിറ്റർമിൻഡ് ആയിരിക്കും. നമ്മൾ റൂട്ട്സ് കാണേണ്ട ആവശ്യമില്ല. ഇനി ഈ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഈ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ഇവിടുത്തെ ഈ സൈന് കണ്ടോ, അതായത് ബി കോഎഫിഷ്യന്റിന്റെ സൈന് കണ്ടോ. ഈ ബി കോഎഫിഷ്യന്റിന്റെ സൈന് നെഗറ്റീവും ഇവിടെ പോസിറ്റീവും ആണ്. സോ ഇവിടെ നെഗറ്റീവ് വരുന്നതിന്റെ റൂട്ട്സ് ആയിരിക്കും ഗ്രേറ്റർ. സോ ഇവിടെ ഈ സെക്കൻഡ് കേസിന്റെ ആൻസർ എന്ന് പറയുന്നത് എക്സ് ഗ്രേറ്റർ ദാൻ വൈ ആയിരിക്കും. ഇനി നേരെ ഉൾട്ടാ കേസ് നോക്കുക. അതായത് ഇവിടെ പോസിറ്റീവും ഇവിടെ നെഗറ്റീവ് ആണെങ്കിൽ ഈ നെഗറ്റീവ് വരുന്ന കേസ് അതായത് വൈ ഗ്രേറ്റർ ദാൻ എക്സ് ആയിരിക്കും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓർത്തിരിക്കുക. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ നോക്കുക. തേർഡ് ക്വസ്റ്റ്യനിൽ പോസിറ്റീവ് നെഗറ്റീവ് വരുന്നുണ്ട് രണ്ട് ക്വസ്റ്റ്യനിലും. സോ ഇവിടെ രണ്ട് റൂട്ട്സ് ഉണ്ടാകും. രണ്ട് റൂട്ട്സും ഡിഫറെന്റ് സൈൻസ് ആയിരിക്കും. ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും ആയിരിക്കും. അങ്ങനെയുള്ള കേസിൽ ഏതാണ് പോസിറ്റീവ് ഏതാണ് നെഗറ്റീവ് എന്ന് കണ്ടുപിടിക്കാൻ സ്മോളർ റൂട്ട്സ് ഇവിടത്തെ സൈൻ ഇല്ലേ, ഈ ഒരു സൈന് ബി കോഎഫിഷ്യന്റ് സൈന്, ഈ സൈന് തന്നെയായിരിക്കും സ്മോളർ റൂട്ട്സ് ഉണ്ടാവുക. ഇതിന്റെ ഓപ്പോസിറ്റ് സൈൻ ആയിരിക്കും ഹയർ റൂട്ട്സ് ഉണ്ടാവുക. കേസിൽ ഹയർ റൂട്ട് നെഗറ്റീവും സ്മോളർ റൂട്ട് പോസിറ്റീവ് ആയിരിക്കും. ഈ വൈയുടെ കേസിൽ സ്മോളർ റൂട്ട് നെഗറ്റീവും ഹയർ റൂട്ട് പോസിറ്റീവ് ആയിരിക്കും. സോ നമുക്ക് ജസ്റ്റ് റൂട്ട് കണ്ടുപിടിച്ചാൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഈ സയൻസ് പെട്ടെന്ന് തന്നെ കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് കമ്പാരിസൺ ചെയ്തിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റും. ബാക്കി രണ്ട് കേസിൽ നമുക്ക് എന്ത് വേണ്ട, റൂട്ട്സ് കണ്ടുപിടിക്കേണ്ട, ജസ്റ്റ് സൈന് കണ്ടുകൊണ്ട് തന്നെ നമുക്ക് റിസൾട്ടിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, താങ്ക് യു.